നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കെല്ലാവർക്കും അറിയാം, ഹൈന്ദവ വിശ്വാസത്തിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകുന്ന ഒരു കാര്യമാണ് വീട്ടിൽ നിലവിളക്ക് തെളിയിക്കുക എന്നുള്ളത്. വീട്ടിൽ പൂജാമുറി ഉണ്ടെങ്കിലും പൂജാമുറി ഇല്ലെങ്കിലും, അതുപോലെ തന്നെ നമ്മൾ പ്രാർത്ഥനകൾ ചെയ്യുന്നവരാണെങ്കിൽ, മന്ത്രജപം നടത്തുന്നവരാണെങ്കിൽ, ഇനി അതൊന്നും ഇല്ലാത്ത വീടുകളാണെങ്കിൽ പോലും സന്ധ്യാസമയത്ത് ഒരു ദീപം തെളിയിച്ചു വയ്ക്കുക എന്നുള്ളത് ഒട്ടുമിക്ക എല്ലാ വീടുകളിലും ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണ്. ഒരു വീട്ടിലേക്ക് ലക്ഷ്മി സാന്നിധ്യം കൊണ്ടുവരുന്ന, എല്ലാ ഐശ്വര്യങ്ങളും കൊണ്ടുവരുന്ന ഒരു കർമ്മമാണ് നിലവിളക്ക് തെളിയിക്കുക എന്ന് പറയുന്നത്. ചില വീടുകളിൽ രാവിലെയും സന്ധ്യാസമയത്തും തെളിയിക്കാറുണ്ടാകും. ചില വീടുകളിൽ സന്ധ്യാസമയത്ത് മാത്രമായിരിക്കും നിലവിളക്ക് തെളിയിക്കുന്നത്. എന്നിരുന്നാലും നിലവിളക്ക് തെളിയിക്കാത്ത വീടുകൾ അപൂർവം തന്നെയായിരിക്കും. ഒരു വിശ്വാസത്തിന്റെ ഭാഗമായിട്ട് മാത്രമല്ല, നമ്മുടെ ജീവിതത്തിൽ പല മാറ്റങ്ങളും കൊണ്ടുവരുന്ന ഒരു കർമ്മം തന്നെയാണത്. വീട്ടിൽ പോസിറ്റീവ് എനർജി നിലനിർത്താനും അതോടൊപ്പം തന്നെ വീട്ടിലെ ഐക്യം വളർത്താനും ഒക്കെ ഈ ഒരു നിലവിളക്ക് സഹായകമാകാറുണ്ട്. നിലവിളക്ക് തെളിയിക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്, ഒരുപാട് തെറ്റുകളുണ്ട് ഒഴിവാക്കേണ്ടതായിട്ടുള്ള. എന്നാൽ നിലവിളക്കിനോടൊപ്പം തന്നെ നമ്മൾ വയ്ക്കുന്ന കിണ്ടിയിലെ ജലം, അത് വളരെ പ്രധാനമാണ്. ഒരു നിലവിളക്ക് തെളിയിക്കുക എന്ന് പറയുന്ന കർമ്മം പൂർത്തിയാകണം എന്നുണ്ടെങ്കിൽ പഞ്ചഭൂതങ്ങളെ സാക്ഷിയാക്കി കിണ്ടിയിൽ ജലം നമ്മൾ വെച്ചിരിക്കണം. ഈ ജലം വയ്ക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട, ചെയ്യാൻ പാടില്ലാത്ത കുറച്ച് കാര്യങ്ങളുണ്ട്. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് അതിനെക്കുറിച്ചാണ്. കിണ്ടിയിൽ വയ്ക്കുന്ന ജലം എന്ത് ചെയ്യണം, കിണ്ടിയിൽ ജലം വയ്ക്കുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചിരിക്കണം, കിണ്ടിയിലെ ജലം നമ്മൾ എന്ത് ചെയ്യണം, എന്ത് ചെയ്യാൻ പാടില്ല, ഈ കാര്യങ്ങൾ നിർബന്ധമായിട്ടും നിങ്ങൾ അറിഞ്ഞിരിക്കണം. അല്ലാത്ത പക്ഷം സംഭവിക്കുന്നത്, നമ്മൾ നമ്മുടെ വീട്ടിലേക്ക് പോസിറ്റീവ് എനർജി വരാനും അതുപോലെ തന്നെ ലക്ഷ്മി ചൈതന്യം ഉണ്ടാകാനും ഒക്കെ വേണ്ടിയിട്ടാണ് നിലവിളക്ക് തെളിയിക്കുന്നതും ഈ പറഞ്ഞതുപോലെ കിണ്ടിയിൽ ജലം വയ്ക്കുന്നതും. എന്നാൽ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ചെയ്യുന്ന ചില തെറ്റുകൾ നമുക്ക് വിപരീത ഫലങ്ങൾ ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് എല്ലാ കാര്യങ്ങളും അറിഞ്ഞു വയ്ക്കുക എന്നുള്ളതാണ് പ്രധാനം. അപ്പോൾ നിങ്ങൾക്ക് അറിയാമെങ്കിൽ, ഈ കാര്യങ്ങളെക്കുറിച്ച് ശരിയായ ധാരണയുണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. അല്ലാത്തവർ ഈ വീഡിയോ മുഴുവനായിട്ടും കാണുക. ഞാൻ ഇന്നിവിടെ പറയുന്നതിൽ ഏതെങ്കിലും ഒരു തെറ്റെങ്കിലും നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ആ കാര്യം നിങ്ങൾ ഇന്ന് തന്നെ ശരിയാക്കേണ്ടതാണ്. നിങ്ങളുടെ വീട്ടിലുള്ള ഐക്യമില്ലായ്മയ്ക്കും കടബാധ്യതയ്ക്കും അതുപോലെ തന്നെ നിരന്തരം വന്നുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾക്ക് ഒരുപക്ഷെ അറിഞ്ഞോ അറിയാതെയോ നിങ്ങൾ ചെയ്യുന്ന ഈ ഒരു തെറ്റ് കാരണമായി തീരാറുണ്ടാകാം. അപ്പൊ നമുക്ക് നോക്കാം എന്തൊക്കെ കാര്യങ്ങളാണ് നിലവിളക്കിനടുത്തായിട്ട് കിണ്ടിയിൽ ജലം വയ്ക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളത്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ നിങ്ങൾ പുതിയതായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ദയവേദി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ട്, അതോടൊന്ന് പ്രസ് ചെയ്യുക. അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ എല്ലാ വീഡിയോസിനും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ നിലവിളക്ക് തെളിയിക്കാറുണ്ട്. പൂജാമുറിയിലായാലും അല്ല ഉമ്മറത്തായാലും ഒക്കെ നമ്മൾ നിലവിളക്ക് തെളിയിച്ചു വയ്ക്കും. അതിൻ്റെ തൊട്ടടുത്തായിട്ട് കിണ്ടിയിൽ ജലം വയ്ക്കും. എന്നാൽ ചില ആളുകൾ ഇപ്പോഴും നിലവിളക്ക് മാത്രമായിട്ട് കൊളുത്തുന്നത് കാണാറുണ്ട്. നിങ്ങൾ നിലവിളക്ക് കൊളുത്തുക എന്നുള്ള ആ ഒരു കർമ്മം പൂർത്തിയാകണമെങ്കിൽ അല്ലെങ്കിൽ പൂർണ്ണമാകണമെങ്കിൽ തൊട്ടടുത്തായിട്ട് കിണ്ടിയിൽ ജലം വെച്ചിരിക്കണം എന്നുള്ളത് നിർബന്ധമാണ്. അപ്പോൾ ആദ്യം തന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ വീട്ടിൽ നിലവിളക്ക് തെളിയിക്കുന്നുണ്ട്, പക്ഷെ അതിന് തൊട്ടടുത്തായിട്ട് കിണ്ടിയിൽ ജലം ഇതുവരെ വെച്ചില്ല എങ്കിൽ നിങ്ങൾ ഈ ഒരു കാര്യം ഒന്ന് മനസ്സിലാക്കുക. ആ ഒരു കർമ്മം പൂർണ്ണമാകാനായിട്ട് നിർബന്ധമായിട്ടും ഇന്നു മുതലെങ്കിലും ഒരു ചെറിയ കിണ്ടി വാങ്ങിച്ചിട്ട് അതിൽ ജലം വയ്ക്കുക. ഇതാണ് ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, എപ്പോഴും കിണ്ടിയിലെ ജലം വൃത്തിയും ശുദ്ധിയുമുള്ള ജലമായിരിക്കണം. നമ്മളിപ്പോൾ രാവിലെ നിലവിളക്ക് തെളിയിക്കുന്നു, അതിന് തൊട്ടടുത്തായിട്ട് കിണ്ടിയിൽ ജലം വയ്ക്കുന്നു. അതേ ദിവസം തന്നെ സന്ധ്യാസമയത്ത് വീണ്ടും നിലവിളക്ക് തെളിയിക്കുമ്പോൾ ഒരുപക്ഷെ നമ്മൾ ചിന്തിച്ചേക്കാം, രാവിലെ മാറ്റിയ വെള്ളമാണല്ലോ, അപ്പോൾ ഇന്നത്തെ ദിവസം ഈ വെള്ളം തന്നെ ഇരിക്കട്ടെ. ഒരു കാരണവശാലും ചെയ്യാനായിട്ട് പാടില്ല. നമ്മൾ നിലവിളക്കിലെ തിരി രാവിലെ ഇട്ട തിരി വീണ്ടും ഉപയോഗിക്കുമോ? ഇല്ലല്ലോ. അതുപോലെ തന്നെ നമ്മൾ ആ കിണ്ടിയിലെ ജലവും മാറ്റണം. വിളക്ക് നന്നായി തുടച്ച് വൃത്തിയാക്കി എണ്ണയും തിരിയും ഒക്കെ ഇട്ട് വെച്ച് അതിനുശേഷം കിണ്ടിയിൽ ജലം നിറച്ച്, ശുദ്ധജലം നിറച്ച്, അതിൽ നിങ്ങളുടെ കയ്യിൽ പൂക്കളോ തുളസിയിലയോ ഉണ്ടെങ്കിൽ അത് ഇട്ടതിന് ശേഷം നമ്മുടെ വിളക്കിൻ്റെ തൊട്ടടുത്തായിട്ട് കൊണ്ടുവയ്ക്കാവുന്നതാണ്. അതിനുശേഷമാണ് നമ്മൾ നിലവിളക്ക് തെളിയിക്കേണ്ടത്. ഇനി പൂജാമുറിയിലുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. ഇനി ചില ആൾക്കാർ അകത്തു നിന്നും നിലവിളക്ക് തെളിയിച്ച് ഉമ്മറത്തേക്ക് കൊണ്ടുവരാറുണ്ട്, ഉമ്മറത്തേക്ക് കൊണ്ടുവന്ന് വയ്ക്കാറുണ്ട്. അങ്ങനെ വയ്ക്കുന്ന സമയത്ത്
നിലവിളക്ക് തെളിയിച്ച് വെച്ചതിന് ശേഷം കിണ്ടിയിലെ ജലം കൊണ്ടുവന്ന് വയ്ക്കുക. ഇനി കിണ്ടിയിലെ ജലം നമ്മൾ കൊണ്ടുവയ്ക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, എപ്പോഴും നമ്മുടെ വലത് കൈകൊണ്ടായിരിക്കണം നമ്മൾ കിണ്ടിയിലെ ജലം വിളക്കിനടുത്തായിട്ട് വയ്ക്കുന്നത്. ഒരു കാരണവശാലും ഇടത് കൈകൊണ്ട് വയ്ക്കാനായിട്ട് പാടില്ല. ഈ ഒരു കാര്യം ഞാൻ എടുത്തു പറയാനുള്ള കാരണം, കുറച്ച് ദിവസം മുന്നേ ഇങ്ങനെ ഒരു വീട്ടിൽ പോയ സമയത്ത് ഈ ഒരു കാര്യം ഞാൻ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടായിരുന്ന ഒരു കാര്യമായിരുന്നു. വളരെ ഭക്തിപൂർവ്വമാണ് അവർ നിലവിളക്ക് തെളിയിക്കുന്നത്, എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട്. എന്നാൽ നിലവിളക്ക് എടുത്തു കൊണ്ടുപോയി ഉമ്മറത്ത് വയ്ക്കുന്നു, കിണ്ടിയിലെ ജലം എടുത്തു കൊണ്ടുപോയിട്ട് ഇടത് കൈകൊണ്ട് തറയിൽ വയ്ക്കുകയാണ്. ഒരു കാരണവശാലും അങ്ങനെ ചെയ്യരുത്. ആ ഒരു കാര്യം നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. കാരണം നമ്മൾ അത്രമേൽ ഭക്തിപൂർവ്വമാണ് ആ ഒരു കാര്യം ചെയ്യുന്നത്. ഒരുപക്ഷെ നിങ്ങൾ ശ്രദ്ധിക്കാത്തത് കൊണ്ടായിരിക്കാം നമ്മൾ ആ ഒരു തിരക്കിനിടയിൽ കൊണ്ടുവയ്ക്കുന്നത് ഇടത് കൈ കൊണ്ടായിപ്പോകാം. അങ്ങനെ ചെയ്യാനായിട്ട് പാടില്ല. നമ്മുടെ ഈ ഒരു പുണ്യകർമ്മങ്ങൾ ചെയ്യുന്ന സമയത്ത്, തീർത്തും പുണ്യകരമായിട്ടുള്ള ഒരു കർമ്മം തന്നെയാണിത്. അങ്ങനെയുള്ള കർമ്മങ്ങൾ ചെയ്യുന്ന സമയത്ത് വലത് കൈ തന്നെ ഉപയോഗിക്കുക എന്നുള്ളതാണ്. നമ്മൾ വളരെ നിസ്സാരമായിട്ട് കരുതുന്ന കാര്യങ്ങളായിരിക്കാം ഇതൊക്കെ, പക്ഷെ അത് നമ്മുടെ ജീവിതത്തെ വലിയ രീതിയിൽ സ്വാധീനിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇനി അടുത്തതായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ കിണ്ടിയിലെ ജലം എന്ത് ചെയ്യണം എന്നുള്ളതാണ്. അത് തീർത്ഥമായി മാറിക്കഴിഞ്ഞു. നമ്മൾ നിലവിളക്കിനെ തൊട്ടടുത്ത് വെച്ച് കഴിഞ്ഞാൽ അത് തീർത്ഥമായി മാറിക്കഴിഞ്ഞു. ഒന്നുകിൽ അത് നിങ്ങൾക്ക് സേവിക്കാം, നിങ്ങളുടെ വീട്ടിലുള്ള എല്ലാവർക്കും കയ്യിൽ പകർന്നു കൊടുത്തുകൊണ്ട് അത് കുടിക്കാവുന്നതാണ്. എന്നാൽ കുടിക്കുകയാണ് നിങ്ങൾ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും കിണ്ടിയിലെ ജലത്തിൽ പൂക്കളൊന്നും അർപ്പിക്കരുത്. അങ്ങനെ തീർത്ഥമായിട്ട് സേവിക്കുന്നതിൽ വെറും തുളസിയില മാത്രം ഇടുക. നമുക്കറിയാം ചില പൂക്കൾ വിഷാംശമുണ്ട്, അത് നിങ്ങൾക്ക് ആരോഗ്യപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാൻ കാരണമാകും. അപ്പോൾ നിങ്ങൾ തീർത്ഥമായിട്ട് സേവിക്കുകയാണ് ചെയ്യുന്നത് എങ്കിൽ തുളസിയില മാത്രം ഇടാനായിട്ട് ശ്രദ്ധിക്കുക. അതല്ല എങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്ന മറ്റൊരു കാര്യം, ഞാൻ എപ്പോഴും പറയുന്നത്, ഒരുപാട് വലിപ്പമുള്ള കിണ്ടി വാങ്ങിക്കാതെ ചെറിയ കിണ്ടി വാങ്ങിക്കുക. കാരണം അതിലുള്ള ആ ഒരു തീർത്ഥം നമ്മൾ രാവിലെയും വൈകുന്നേരവും മാറ്റണം. അത് മാറ്റുന്ന സമയത്ത് ഒന്നുകിൽ നമുക്ക് തുളസിത്തറയിൽ ഒഴിക്കാം, അതല്ല എങ്കിൽ ഏതെങ്കിലും വൃക്ഷത്തിൻ്റെ ചുവട്ടിൽ, ചെടികളുടെ ചുവട്ടിലായിട്ട് ഒഴിക്കാം. ഒരു കാരണവശാലും നമ്മളിത് വേസ്റ്റ് വെള്ളം മറിക്കുന്ന സ്ഥലത്തോ അല്ലെങ്കിൽ സിങ്കിലോ ഒന്നും ഒഴിച്ചു കളയാനായിട്ട് പാടില്ല. ഇത് വളരെയധികം ദോഷം വിളിച്ചു വരുത്തുന്ന കാര്യമാണ്. നിങ്ങൾക്ക് രാവിലെയാണ് എന്നുണ്ടെങ്കിൽ ആ ഒരു ജലം തുളസിത്തറയിൽ അർപ്പിക്കാം. ഇനി സന്ധ്യാസമയത്ത് തെളിയിച്ച ശേഷമാണ് എങ്കിൽ സന്ധ്യയ്ക്ക് ശേഷം ഒരു കാരണവശാലും തുളസിത്തറയിൽ ജലം ഒഴിക്കാനായിട്ട് പാടില്ല. അങ്ങനെ വരുന്ന സമയത്ത് നിങ്ങൾക്ക് ആ ജലം അതുപോലെ തന്നെ വെച്ച് പിറ്റേ ദിവസം രാവിലെ തുളസിത്തറയിൽ ഒഴിക്കാവുന്നതാണ്. ആ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി ഈ ജലം തുളസിത്തറയിൽ ഒഴിക്കാം എന്ന് പറഞ്ഞ കാരണം കൊണ്ട് രാത്രിയിൽ പോയിട്ട് തുളസിത്തറയിൽ ഒഴിക്കരുത്, അതും ദോഷകരമായിട്ടുള്ള കാര്യമാണ്. ഇനി അതല്ല എങ്കിൽ നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ നല്ല രീതിയിൽ പരിപാലിക്കുന്ന മറ്റേതെങ്കിലും ചെടികൾ ഉണ്ടെങ്കിൽ അതിൻ്റെ ചുവട്ടിലായിട്ടും ഈ ജലം ഒഴിക്കാവുന്നതാണ്, വളരെ നല്ലതാണ്. പക്ഷെ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ഒരു പുണ്യജലം ഒഴിച്ചതിൻ്റെ മുകളിലായിട്ട് വേസ്റ്റ് വെള്ളം ഒഴിക്കാനായിട്ട് പാടില്ല. ആ ഒരു കാര്യം ഒന്ന് ശ്രദ്ധിക്കുക. ഇനി അടുത്തതായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, അല്ലെങ്കിൽ അടുത്തതായിട്ട് ഈ ഒരു ജലം നിങ്ങൾക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്നത്, വീടൊക്കെ അടിച്ച് വൃത്തിയാക്കിയ ശേഷം നമ്മൾ വീട്ടിൽ വെള്ളം തളിക്കാറുണ്ടല്ലേ, അങ്ങനെ തളിക്കാനായിട്ട് ഈ തീർത്ഥം ഉപയോഗിക്കാം. ഏറ്റവും നല്ലതാണ്. വീട്ടിലെ നെഗറ്റീവ് എനർജിയൊക്കെ ഇല്ലായ്മ ചെയ്യാനായിട്ട് വളരെയധികം സഹായിക്കുന്ന ഒരു കാര്യമാണ്, അല്ലെങ്കിൽ ഒരു കർമ്മമാണിത്. നമ്മുടെ വീടിൻ്റെ പുറംഭാഗമായാലും ഉൾഭാഗമായാലും ഒക്കെ അടിച്ച് വൃത്തിയാക്കിയ ശേഷം ഈ ഒരു കിണ്ടിയിലെ ജലം തളിക്കുന്നത് വളരെ വളരെ ഉത്തമമാണ്. വീട്ടിൽ ലക്ഷ്മി കടാക്ഷം ഉണ്ടാവാനായിട്ട്, ഈശ്വര സാന്നിധ്യം ഉണ്ടാവാനായിട്ട്, നെഗറ്റീവ് എനർജി പൂർണ്ണമായിട്ടും ഇല്ലാതാകാനായിട്ടൊക്കെ സഹായിക്കുന്ന ഒരു കാര്യമാണിത്. അപ്പം നിങ്ങൾക്ക് ഒന്നുകിൽ ആ ഒരു രീതിയിൽ ചെയ്യാവുന്നതാണ്. ഇനി അടുത്തതായിട്ട് ശ്രദ്ധിക്കേണ്ടത്, കിണ്ടി എപ്പോഴും വൃത്തിയായിട്ട് സൂക്ഷിക്കണം എന്നുള്ളതാണ്. നമ്മൾ ദൈവിക ആവശ്യങ്ങൾക്കായിട്ട് ഈ പറഞ്ഞതുപോലെ നിലവിളക്കിന് തൊട്ടടുത്തായിട്ട് വയ്ക്കാനൊക്കെ ഉപയോഗിക്കുന്ന കിണ്ടി ഒരു കാരണവശാലും മറ്റുള്ള ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കരുത്. ഈ ഒരു കാര്യം ഒട്ടുമിക്ക എല്ലാവർക്കും അറിയാമെന്ന് കരുതുന്നു. എന്നിരുന്നാലും അറിയാത്തവരാണെങ്കിൽ അത് മറ്റെന്തെങ്കിലും ആവശ്യത്തിന് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഇനിയെങ്കിലും അങ്ങനെ ചെയ്യാതിരിക്കുക. ഇനി അടുത്തതായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങളുടെ വീട്ടിലെ കിണ്ടി മറ്റൊരു വീട്ടിലേക്ക് കൊണ്ടുപോകാനോ മറ്റൊരു വീട്ടിലെ കിണ്ടി നിങ്ങളുടെ ആവശ്യങ്ങൾക്കായിട്ട് നിങ്ങൾ വാങ്ങിച്ച് ഉപയോഗിക്കാനോ പാടില്ല. പ്രത്യേകിച്ച് ഈ ഒരു ദൈവിക ആവശ്യങ്ങൾക്ക് നമ്മുടെ വീട്ടിൽ തന്നെ ഒരു കിണ്ടി ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. മറ്റൊരാളുടെ പക്കൽ നിന്നും ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നത് തെറ്റായിട്ടുള്ള രീതിയാണ്. കിണ്ടി നമ്മൾ അങ്ങനെ ഉപയോഗിക്കാനായിട്ട് പാടില്ല. നിലവിളക്കിനെ നമ്മൾ എങ്ങനെയാണോ കാണുന്നത് അതുപോലെ തന്നെ ദൈവികമായിട്ടുള്ള ഒരു വസ്തുവാണ് ഈ കിണ്ടിയും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അതായത് നമ്മൾ പൂജാമുറിയിലേക്ക് ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ നിലവിളക്കിൻ്റെ കൂടെ വയ്ക്കാനായിട്ട് ഉപയോഗിക്കുന്ന കിണ്ടി. ഇനി പല ആളുകളും ചോദിക്കാറുണ്ട്, കിണ്ടി ഇല്ല, കിണ്ടി കിട്ടുന്നില്ല, അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യാം?
ഇനി നിങ്ങൾക്ക് കിണ്ടി അവൈലബിൾ അല്ല എന്നുണ്ടെങ്കിൽ ബ്രാസിന്റെ തന്നെ ഒരു ചെറിയ പാത്രത്തിലായാലും ജലം വയ്ക്കാവുന്നതാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പഞ്ചഭൂതങ്ങളെ സാക്ഷിയാക്കിക്കൊണ്ടാണ്, പഞ്ചഭൂതങ്ങളുടെ സാന്നിധ്യത്തെ കാണിച്ചുകൊണ്ടാണ് നമ്മളിങ്ങനെ ജലം വയ്ക്കുന്നത്. അപ്പോൾ കിണ്ടി അവൈലബിൾ അല്ലാത്തവർ ഞാൻ ഈ പറഞ്ഞ രീതിയിൽ ചെയ്യുക. ഒരു ബ്രാസിന്റെ പാത്രത്തിൽ ജലം വയ്ക്കുക. എന്നിരുന്നാലും നിലവിളക്ക് തെളിയിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു കാര്യം നമ്മൾ ചെയ്തിരിക്കണം. ഇനി ഫ്ലാറ്റിലൊക്കെ താമസിക്കുന്നവർ പലപ്പോഴും പറയാറുണ്ട്, ഈ പറഞ്ഞതുപോലെ കിണ്ടിയിൽ ജലം വയ്ക്കാം, ചെറിയ കിണ്ടിയുണ്ട്, പക്ഷെ ഈ ജലം മറിക്കാനായിട്ടൊരു സ്ഥാനമില്ല എന്നുള്ളത്. സാധിക്കുമെങ്കിൽ ഒരു ചെറിയ തുളസി ഒരു പോട്ടിൽ നട്ട് വളർത്തുക. അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൊടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു കുഞ്ഞു കിണ്ടിയും വാങ്ങിക്കുക. അപ്പോൾ ഈ ജലം നമുക്ക് നിത്യവും തുളസിത്തറയിലേക്ക് അല്ലെങ്കിൽ ആ ഒരു തുളസി പോട്ടിലേക്ക് ഒഴിക്കാവുന്നതാണ്. ഇനി അതിനും സാഹചര്യമില്ല എങ്കിൽ നിങ്ങൾക്ക് ഏത് ചെടിയുടെ ചുവട്ടിലും ഒഴിക്കാം, ഞാൻ ഈ പറഞ്ഞതുപോലെ തന്നെ. ഇനി ഒരു കാരണവശാലും നിങ്ങൾ സിങ്കിലോ അല്ലെങ്കിൽ വേസ്റ്റ് വെള്ളം മറിക്കുന്ന ആ ഒരു സ്ഥാനത്തോ ഒഴിക്കരുത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഈ ചെയ്യുന്നത് കൊണ്ട് യാതൊരു വിധത്തിലുള്ള ഫലവും ഉണ്ടാകില്ല, മറിച്ച് വിപരീത ഫലമായിരിക്കും, നെഗറ്റീവായിട്ടുള്ള ഫലങ്ങളായിരിക്കും നിങ്ങളെ തേടിയെത്തുന്നത്. അപ്പോൾ ഈ ഒരു കാര്യം എല്ലാവരും മനസ്സിലാക്കുക. നമുക്കറിയാം, നിലവിളക്ക് തെളിയിക്കുക എന്ന് പറയുന്നത് അത്രമേൽ പ്രാധാന്യം അർഹിക്കുന്ന അല്ലെങ്കിൽ അത്രമേൽ ദൈവീകമായിട്ടുള്ള ഓരോ ഹൈന്ദവ ഭവനത്തിലും ചെയ്യുന്ന ഒരു കാര്യമാണ്. നമ്മുടെ വീട്ടിൽ ചിലപ്പോൾ മന്ത്രങ്ങൾ ജപിക്കുന്ന ആളുകൾ ഉണ്ടാവാം, ചിലപ്പോൾ നാമങ്ങൾ ജപിക്കുന്ന ആളുകൾ ഉണ്ടാവാം, പൂജകൾ ചെയ്യുന്ന ആളുകൾ ഉണ്ടാവാം. ഇനി എല്ലാ വീട്ടിലും അങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഉണ്ടാവണമെന്നില്ല. എന്നിരുന്നാലും നമ്മൾ ചെയ്യുന്ന ഒരു കാര്യമാണ് നിലവിളക്ക് തെളിയിക്കുക എന്നുള്ളത്. നിത്യവും വീട്ടിൽ സാധിക്കുന്നവർ 2 നേരം തന്നെ നിലവിളക്ക് തെളിയിക്കുക. എല്ലാ തരത്തിലുള്ള ഐശ്വര്യങ്ങളും ഉയർച്ചകളും നിങ്ങൾക്ക് ഉണ്ടാവട്ടെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ കുറച്ചു പേർക്കെങ്കിലും ഉപകാരപ്രദമായി കാണും എന്ന് വിശ്വസിക്കുന്നു. ഈ പറഞ്ഞ ഏതെങ്കിലും തെറ്റുകൾ നിങ്ങൾ ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ എന്തെങ്കിലും കാര്യങ്ങൾ അറിയാമോ? തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇതുപോലുള്ള അറിവുകൾക്കായിട്ട് നമ്മുടെ ഈ ഒരു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.